പറയുമ്പോൾ മീരനെ ഫോക്കസ് ചെയ്യണേ കേട്ടോ. എടുത്തു ഓണാണോ? യാമി എവിടെ പോന്നു? എവിടെ? യാമി ആദ്യത്തെ ബസ്സിൽ കയറുന്നത് എക്സൈറ്റ്മെന്റ് ആണ്. തേങ്ങ ഹായ് ഹലോ വെൽക്കം ടു വൃദ്ധ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടേക്കോ ട്രിപ്പ് പോകാന്നുള്ളത്. ട്രിപ്പിന് ഞാൻ യാമിക്കുട്ടി അനു ഞങ്ങൾ 3 പേരായിട്ട് പോവാണ്. ഞങ്ങൾ നോർമലി നമ്മളങ്ങനെ പുറത്ത് നമ്മളങ്ങനെ പോകാത്ത ആൾക്കാരാണ് കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് അങ്ങനെ വിടാറൊന്നുമില്ല. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണെങ്കിലും ഒന്നും വിടാറൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ആക്ച്വലി പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ ബാംഗ്ലൂർ. യെസ്, ബാംഗ്ലൂർ പോയിട്ട് അടിച്ചു പൊളിക്കാനൊന്നും അല്ല. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് മീരേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മീര ഒരു ഡാൻസറാണ്. പുള്ളിക്കാരി നിയർലി ഒരു വർഷം ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ച് ഇന്ദിരാക്കേട് അവിടെ നിന്ന് പഠിച്ചിട്ട് അവളുടെ മാർഗം, അവൾ സിംഗിളായിട്ട് പെർഫോം ചെയ്യാണ്. അവൾ തന്നെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണത്. മാർഗം എന്ന് പറയുന്നത് എല്ലാ ഡാൻസേഴ്സിനൊക്കെ അറിയുന്നതാണ്. അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്, അങ്ങനെയൊക്കെ പഠിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പം എൻ്റെയും ആക്ച്വലി ഡ്രീമാണ് അങ്ങനെ ഒന്ന്. അപ്പം എൻ്റെ ഫ്രണ്ട് മിമ്മിയുടെ നാളെയാണ് 2-ാം തീയതിയാണ്, നാളെ വൈകുന്നേരമാണ് പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റയിലൊക്കെ പുള്ളിക്കാരിയുടെ ബ്രൗഷറും കാര്യങ്ങളൊക്കെ ഇട്ട് മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്തു. പോകുന്ന കാര്യം ഇതുവരെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ്, അതായത് ഇപ്പം ഞങ്ങൾ 7 മണിക്കുള്ള ബസ് വൈകുന്നേരം 5 മണിക്കാണ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ബസ്സിൽ വന്ന് കയറിയത്. ഏട്ടനില്ല, പുള്ളിക്കാരൻ ഷൂട്ടിൽ പോയിരിക്കുകയാണ്. അപ്പം ഞാനും മനുവും യാമിയും കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എന്തായാലും എനിക്കതൊന്ന് കാണണം, എനിക്ക് മിസ് ചെയ്യാനായിട്ട് പറ്റില്ല. അവരുടെ ആ ഒരു പെർഫോമൻസ് എനിക്ക് നേരിട്ട് കണ്ടതിന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹം. ധനുവിന് ആക്ച്വലി അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ധനു കുഴപ്പമില്ല, അവിടെ ഓക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ ധനുവിനെ എടുക്കാത്തതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവളെ എടുക്കുന്ന സമയത്ത് ലിക്വിഡ് ഫുഡ്സാണ് കൂടുതലും അവൾ കഴിക്കുക മറ്റേതിനേക്കാൾ. അപ്പോൾ ആ സമയത്ത് ഇവൾക്കുള്ള കുറുക്ക്, പിന്നെ ഇൻഡക്ഷൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷേ യാമീൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഡ്രസ്സും യാമീൻ മാത്രം വന്നാൽ മതി, കുറച്ച് വെള്ളവും, പിന്നെ കുറച്ച് അല്ലാണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ അവൾ കഴിച്ചോളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ യാമീനെ തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം നടത്തിയിട്ടിരിക്കുന്ന യാമിക്കാണ് ബാംഗ്ലൂർ വരാനായിട്ട്. അപ്പോൾ ധനുവിനൊരു പരുവായതിനു ശേഷം അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അതായിരിക്കും കുറച്ചും കൂടി നല്ലതില്ലെങ്കിൽ അവളും ഭയങ്കര ഹെക്റ്റിക്കായി പോകും. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിത് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അത് മാത്രമല്ല മിമ്മിയുടെ പെർഫോമൻസ് കാണാൻ കൂടിയിട്ട്. സോ ഭയങ്കര ഹാപ്പിയാണ്. ബാക്കി ഇടയിലുള്ള വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളും അവിടെ എത്തിച്ച് കാണാം. ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് വരുന്ന റൂണിയാണ്, മിമ്മിയുടെ ഹസ്ബൻഡാണ് പിക്ക് ചെയ്യാനായിട്ടൊക്കെ വരുന്നത്. അപ്പം വിശേഷങ്ങളും വഴിയെ കാണാം. ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, യാമി തന്നെ എല്ലാം പറയുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എവിടെയോ ഒന്ന് നിർത്തിയിരിക്കുകയാണ്. യാമി നല്ല ഉറക്കത്തിലായിരുന്നു. അവിടെ നിന്ന് പതിയെ പൊക്കിയെടുത്ത് എങ്ങോട്ടാന്നൊരു ചോദ്യം. ദൈവത്തിനറിയാം ഉറങ്ങുന്നതിന്. വീട്ടിലാണെങ്കിൽ രാത്രി കിടക്കുമ്പോൾ 2 വട്ടം വെള്ളം കുടിക്കാനൊക്കെ വീട്ടിൽ യാമി ബസ്സിലായത് വീട്ടിൽ ഉറക്കാം. നമ്മളിനി ബസ് കൊണ്ടുപോകാൻ അങ്ങോട്ടും ഉറക്കും. റൂമി അവിടെ എത്തിക്കഴിഞ്ഞു. അയ്യോ, നമ്മളിനി 30 മിനിറ്റ്സ് കൂടി എൻ്റെ എത്താനായിട്ട്. നമ്മളെത്താറായി ഗൈസ്, നമ്മളെത്താറായി. പറയാം, എത്താറായി. We are so excited.
ഗൈസ് നമ്മൾ റൂണിനെ പാസ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനി റൂണി ഇങ്ങോട്ട് നമ്മളെ തപ്പിടണം. ഇതാണ് റൂണി, ഇതാണ് സുഹാന. ഇതാണ് നമ്മുടെ റൂണി ബ്രോയുടെ ഇപ്പൊ എത്തിയിട്ടുണ്ട്. മീരയുടെ പെർഫോമൻസ് കാണാനായിട്ട് അവിടെ എറണാകുളത്ത് നിന്ന് അച്ഛനും അമ്മയും എത്തി. എത്ര മണിക്ക് കയറി? 9 മണിക്ക് ട്രെയിനിലാണ് വന്നത്. ഇപ്പൊ വന്നിറങ്ങുന്നത് കുറച്ച് ലേറ്റ് ആയിരുന്നു ട്രെയിന്. ഡാഡി അരമണിക്കൂർ ലേറ്റ്. ഡാഡിയുടെ ഹായ് കാണിക്കുമോ? വ്ലോഗ് എടുക്കുവാ. ഇതാണ് നമ്മുടെ റൂണി ബ്രോയുടെ അച്ഛൻ. രണ്ടുപേരും ഒരേപോലെ ഉണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. യാമി ഉറങ്ങാൻ സമ്മതിച്ചില്ല. ആ സമയത്താണ് റൂണിയുടെ മമ്മിയും ഡാഡിയും ഒക്കെ വന്നത്. അങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ സുഹാന ഇങ്ങനെ ചോദിച്ചു, ഒന്ന് നടക്കാൻ പോയാലോ എന്ന്. പതിയെ പുറത്തേക്ക് ഇറങ്ങി നടന്ന് കുറച്ച് ദൂരം ഒന്ന് അങ്ങോട്ടേക്ക് പോയതും, അതായത് അവിടെ വരെ ജസ്റ്റ് പോയതും ഭയങ്കര വെയില്. അപ്പം അത് കാരണം ഞങ്ങൾ തിരിച്ചു വന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ റൂണീനെ ഒന്ന് വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, ഒന്ന് കാറിൽ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടൊന്ന് കറക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേര് വെയിറ്റിംഗ് ആണ് റൂണിക്ക് വേണ്ടിയിട്ട്. കണ്ടോ, 3 പേര് ഇവിടെ വെയിറ്റിംഗ് ആണ്. റൂണി ഇപ്പോൾ വരും. അങ്ങനെ മീരയെ ഞങ്ങൾ കണ്ടിരിക്കുകയാണ്. നിമ്മി കുളിച്ച് റെഡിയായി സെറ്റായി ഫുഡ് കഴിച്ചതിന് ശേഷം ഇവൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകും. അവിടെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് അപ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് റെഡിയായിട്ട് അതെ നമ്മുടെ ഇന്നത്തെ താരം. ടെൻഷനുണ്ടോ? നല്ല ടെൻഷനുണ്ട്. അതിലുപരി ഇവിടെ വന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡായിട്ടാണ്. 4-5 മണിക്ക് കൺഫേം ചെയ്യുന്ന 7 മണിക്ക് ബസ് കയറി ഇരുന്നിട്ട് ഞങ്ങൾ ബസ് കയറിയെന്ന് പറഞ്ഞ സാധനമാണ്. ശരിക്കും ഉണ്ടല്ലോ, ഞാൻ മീര ഡാൻസ് കളിക്കുന്നത് ജില്ലയിൽ പെർഫോം ചെയ്യാൻ നേരത്തെ ഒരു മോഹിനിയാട്ടം കളിക്കുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ പാസ് ചെയ്ത് പോവായിരുന്നു. നോക്കിയിട്ട് അങ്ങനെ നിന്ന് പോയി. അത് നമ്മളിങ്ങനെ അലിഞ്ഞ് പോവാ. കേക്കടി നമ്മളിങ്ങനെ അലിഞ്ഞ് പോകും. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് ഇപ്പോഴേ എൻ്റെ കണ്ണിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ 10th പഠിക്കുന്ന സമയത്തെ. അതിനുശേഷം ഞാൻ ഡയറക്റ്റായിട്ട് കാണാൻ പോകുന്ന അടുത്ത പെർഫോമൻസ് പറഞ്ഞ് ഇപ്പോഴാണ്. അല്ലേ മിമ്മി? വേറെ ഒന്നും കണ്ടിട്ടില്ല. നമ്മുടെ ഡാൻസേഴ്സിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാർഗം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഡ്രീമാണ്. പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ ഇവളിലൂടെ സഫലമായി ഇരിക്കുകയാണ്. അയ്യോ, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ മീരയുടെ പെർഫോമൻസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അനുവും സാരിയാണ് കോസ്റ്റ്യൂം. ഓൾമോസ്റ്റ് മീരയുടെ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും സാരി തന്നെയാണ് ഇന്ന് ഇടുന്നത്. പ്ലീസ് ആക്കല്ലേ, അങ്ങനെ ആക്കല്ലേ. കറക്റ്റ് സെൻറ്റർ ഉണ്ടല്ലേനും. വേറെ സൈഡ് പിടിക്കാനോ? പുറത്തെ സൈഡ് കൊച്ചിൻ്റെ മേള് ചെറുതായിട്ട് തുടച്ചിടാമോ? ഓക്കെ. എന്തിനാന്നറിയോ? ആരാ വന്ന്? ഞാനാ. ഇതെന്ത്? അതാരുടെ സാരിയാ? അമ്മുവിൻ്റെ സാരിയോ? അമ്മുവിന് സാരി ഉടുപ്പിച്ചു തരാൻ പോവാ? അമ്മുവിന് സാരി ഉടുപ്പിച്ചു തരാൻ പോവാണോ യാമി? ഓക്കെ, ഇതാ പിന്നെ പതിയെ കുത്തും, കൈ കുത്തും. സാരി എടുക്കാം. ബാ
അയ്യാമ ക്ലിപ്പ് ഊരിയാണ്. ഓ എടുത്ത് വെച്ചോ. അങ്ങനെ ഇവിടെ എത്തിയിരിക്കുക. നമുക്ക് അവിടേക്ക് പോവാം കേട്ടോ. ഇത് പതുക്കെ മാമി എന്താ അവിടെ നോക്കി. അവിടെ അകത്ത് മീരയ്ക്ക് ഫൈനൽ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിത്ത് കോസ്റ്റ്യൂം എല്ലാം ചെയ്ത് കഴിഞ്ഞ് ക്യാമറയൊക്കെ ഫിക്സ് ചെയ്ത് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെയും അവിടെ കയറ്റുന്നില്ല, അലൗഡല്ല. ഞങ്ങൾ ജസ്റ്റ് കയറിയപ്പോൾ തന്നെ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു ഗസ്റ്റുകൾ ആരും ഇപ്പോൾ അലൗഡല്ല, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോ, ഒരു 5:45 ഒക്കെ ആകുമ്പോഴേ ഗസ്റ്റൊക്കെ അലൗഡ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ മീരയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ദേ ഇവിടെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഐറ്റംസ് ഇങ്ങനെ വരുന്നവർക്ക് കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് മേടിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. യാമിക്കും കൊടുക്കാനായിട്ട് പോവാം. ഫ്രൈഡ് റൈസ് അമ്മ യാമി വീഡിയോ എടുക്കാണ്. അച്ഛൻ ദേ അമ്മയ്ക്ക് പൂ വെച്ചു കൊടുക്കുക. അതാണ് സ്നേഹം, അതാണ് സ്നേഹം കണ്ടോ. ഇന്നെൻ്റെ മോളുടെ പ്രോഗ്രാമാണ്, അരങ്ങേറ്റ മാർഗമാണ് ഇന്നെൻ്റെ മോളുടെ. പിന്നെ എൻ്റെ ഒത്തിരി വർഷത്തെ ഒരു സ്വപ്നം ആഗ്രഹം ഒക്കെയാണ് സാധിക്കാൻ പോണത്. എല്ലാവരുടെയും അനുഗ്രഹം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹം എൻ്റെ മോൾക്കുണ്ടാവണം. ഉറപ്പായിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ വള്ളി ടീച്ചർ, മീരയുടെ അമ്മ. വാവ് യാമി, തലയിൽ പൂച്ച സുന്ദരിയായില്ലോ. നമ്മളിത് എല്ലാവരും ഹാളിലേക്ക് എൻട്രി ആയി കഴിഞ്ഞു. Welcome one and all present here today for a beautiful evening of Bharatanatyam by Srimati Meera Krishna.
റൂണി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മീര, അതായത് സീരിയൽ ആർട്ടിസ്റ്റായ, നിങ്ങൾ മനസ്സിലാക്കുന്നത്, സീരിയൽ ആർട്ടിസ്റ്റായ എന്നോട് പറയാണ്, നീയും പിന്നെ അഭില, അനു, ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പറയാണ് ഒരു ബാക്ക് സ്റ്റേജ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വന്നത് ഇതെല്ലാം ക്ലീൻ ചെയ്യാനാണ്. നോക്കണേ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. നോക്ക് ഇതെല്ലാം ഇനിയിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് വേണം റൂമിലോട്ട് പോയാൽ. എന്നാലും അവൾ ആരെന്നവരോടാണ് പറയുന്നത്. ഗായ്സ് വാ നമുക്ക് ക്ലീൻ ചെയ്യാം. വാ ഇതിനകത്തുണ്ട്, എന്തൊക്കെ ഉണ്ട്. വാ കുടിക്കാം വാ കുടിക്കാം. ഇതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നാണക്കേടാണ്. ആർട്ടിസ്റ്റിന്റെ ORS കട്ട് കുടിക്കുന്ന സീരിയൽ ആർട്ടിസ്റ്റ് നാണമുണ്ടോ? അവളുടെ റൂം ക്ലീൻ ചെയ്യാമെങ്കിൽ ഇതും കട്ട് കുടിക്കാം. ആ റിയാക്ഷൻ ഒന്ന് കാണിക്കോ, കുടിച്ചതിന്റെ റിയാക്ഷൻ പ്ലീസ്. സ്കൂള് വിട്ട് ഞാൻ പറഞ്ഞത് വന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരു കള്ള ലക്ഷണം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റു. ഇന്ന് വൈകുന്നേരം നമ്മൾ തിരിച്ചു പോകും.
സത്യം പറയാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എത്രയോ ഭംഗിയായിട്ടാണ് മിമ്മി പെർഫോം ചെയ്തത്. നമുക്കറിയാം മിമ്മി ഏത് ലെവലിലേക്ക് പെർഫോം ചെയ്യുന്നുള്ളത് അറിയാം. പക്ഷെ രാവിലെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടിരിക്കുക കേട്ടോ. പക്ഷെ അതിൽ നിന്നും എത്രയോ നന്നായിട്ടാണ് മിമ്മി പെർഫോം ചെയ്തത്. ഞാൻ വീഡിയോയിൽ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ജില്ലയിൽ ഇവള് പെർഫോം ചെയ്യാൻ നേരത്താണ് ഇവളുടെ ഡാൻസ് ഞാൻ കാണുന്നത്. മോഹിനിയാട്ടം കളിക്കുകയായിരുന്നു. അതൊരു മത്സരത്തിന് വേണ്ടി കളിക്കുമ്പോൾ അവൾ എക്സ്ട്രാ കുറച്ചും കൂടെ എഫേർട്ട് അവൾ ഇടുമല്ലോ. ഞാനിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവളുടെ ഡാൻസ് കണ്ട് കുറേ സമയം നിന്ന് അത് തീരുന്നിടം വരെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ആ ഡാൻസ് എനിക്ക് ഇപ്പോഴും എൻ്റെ കണ്ണിലേ നിൽക്കുന്നു, മിമ്മി മോഹിനിയാട്ടം പെർഫോം ചെയ്തത്. അതിനുശേഷം ഞാൻ നേരിട്ട് കണ്ട അടുത്ത പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. മിമ്മീനെ പോലെ തന്നെ നല്ല ടെൻഷനോട് കൂടി തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നത്. ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ച് അവളുടെ പേര് അനൗൺസ് ചെയ്ത് സ്റ്റേജിലേക്ക് കയറുന്ന ടൈം, അവൾ പെർഫോം ചെയ്യുന്ന ടൈം ഞാൻ ദൈവത്തിനെ വിളിച്ചുകൊണ്ടായിരുന്നത്. കാരണം അവൾക്ക് എന്നെ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 മുട്ടിനും പ്രശ്നം വന്നു. 2 പെയിൻ കില്ലർ, 2 മുട്ടിലും നീ ക്യാപ്പ്, വോളിനി സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് അവൾ പെർഫോം ചെയ്തത്. 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാൻസാണ് കേട്ടോ. അപ്പം ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. അപ്പോൾ പെർഫോം ചെയ്ത് ഒരു പെർഫോമൻസ് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി. എനിക്കൊരു കോൺഫിഡൻസ് വന്നു. ഓക്കെ, അവൾക്ക് കുഴപ്പമില്ലെന്ന്. വർണ്ണം ആക്ച്വലി 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്ന ഡാൻസ് ആയിരുന്നു. ഇപ്പം തീരും എന്ന് വിചാരിച്ചു. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അവൾ കളിച്ചു. ലാസ്റ്റ് ചെറുതായിട്ട് വളരെ എനർജി പോയി. അത് കഴിഞ്ഞ് പിന്നീട് ഇവള് ചെയ്തൊരു പെർഫോമൻസ് ഉണ്ട്. ഇത് 4ാമത്തെ പെർഫോമൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കുചേലൻ്റെയും കൃഷ്ണൻ്റെയും സ്റ്റോറി. എൻ്റെ ഭഗവാന്, ഞാനത് കണ്ടിട്ട് കരഞ്ഞു പോയി. ശരിക്കും പറഞ്ഞ് ഞാൻ അതുവരെ പിടിച്ചു നിൽക്കായിരുന്നു. മീര പെർഫോം ചെയ്യുമ്പോൾ ആ സന്തോഷത്തിൽ നമ്മുടെ കണ്ണ് നിറയുന്നല്ലാണ്ട് ഒരു സ്റ്റോറി കണ്ട് അവൾ അത് പെർഫോം ചെയ്ത് കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ശരിക്കും മീരയും കരഞ്ഞു. ആ പെർഫോമൻസിൻ്റെ ഇടയ്ക്ക് മീരയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. ആ പെർഫോം ചെയ്ത് ആ ലാസ്റ്റിലത്തെ ആ പോർഷൻ എത്തിയപ്പോൾ ഞാൻ അവിടെ ഇരുന്നങ്ങ് പൊട്ടിപ്പോയി. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് മംഗളം കൂടി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രൗഡ് ഫീല് വരില്ലേ. മീരയുടെ കുറേ വർഷത്തെ ആഗ്രഹം, അതുപോലെ തന്നെ എൻ്റെയും കുറേ വർഷത്തെ ആഗ്രഹം. ഞാനൊരു ഡാൻസറാണ് ബേസിക്കലി. പക്ഷേ എന്നാൽ പോലും എനിക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് എന്താ പറയുന്നത്, ഞാൻ സീരിയലും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, എൻ്റെയും ഒരു ആഗ്രഹം എൻ്റെ ഫ്രണ്ടിൽ കൂടി, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ മീരയിൽ കൂടി അത് സാധിക്കുന്നു എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ എൻ്റെ കണ്ണൊക്കെ നല്ലോണം നിറഞ്ഞു. എന്നിട്ട് സ്റ്റേജിൽ നിന്നിട്ട് ഇവളെല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്, എല്ലാവരും ഇവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഇവൾ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരും ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി ആരും ഇവൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഫുൾ നിറഞ്ഞു. ഒത്തിരി ആൾക്കാർ വന്നു ഇവളുടെ പെർഫോമൻസ് കാണാനായിട്ട്. എന്നിട്ട് എല്ലാവരും വന്നു ഇവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഞാനിങ്ങനെ മാറി നിൽക്കുകയാണ് മീരയുടെ അടുത്ത് പോകാനായിട്ട്. മീരയുടെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് മീര ഫസ്റ്റ് കരയുന്നത് എൻ്റെ അടുത്താണ്. അത് ആ സന്തോഷം കൊണ്ട് അവൾ കരഞ്ഞു പോയി. ഞാനും ഭയങ്കരമായിട്ട് പൊട്ടിപ്പോയി. എന്നിട്ട് അവൾ എന്നോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, നന്നായിരുന്നോടി, ഇഷ്ടപ്പെട്ടോടി, നന്നായിരുന്നോടി, ഇത് മാത്രം അവൾ ചോദിച്ചോണ്ട്. ഞാൻ പറഞ്ഞത് നീ അടിപൊളിയായിട്ട് ചെയ്ത് മിമ്മി, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒരു കാര്യങ്ങളും പറയാത്തതായിട്ടില്ല, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവളുടെ ലൈഫ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വന്നപ്പോൾ എനിക്ക് വരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു, കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഒരുപാട് സിറ്റുവേഷൻസ് ക്രോസ് ചെയ്ത് വന്നൊരു പെൺകുട്ടിയാണ് മീര. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായി അവളുടെ ലൈഫിൽ. എന്തായാലും അവള് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പ്രൗഡ് ഫീല്. അവളുടെ അമ്മയാണെങ്കിലും ദൈവത്തിനെയും വിളിച്ച് സന്തോഷത്തോടു കൂടി ഇത് കാണുമായിരുന്നു. അതേപോലെ റൂണി കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും റൂണിയും റൂണിയുടെ ഫാമിലിയും നല്ലോണം അവളെ സപ്പോർട്ട് ചെയ്തു. റൂണിയുടെ ഫാമിലി നല്ലോണം അവളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും നല്ല ഉയർച്ച മക്കളെ, പ്ലീസ് മക്കളെ, പ്ലീസ്. റൂണീനെ വിളിക്കാം. അവിടെ അടുത്താട്ട്.
മീരയുടെ പെർഫോമൻസിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവള് നല്ലോണം സ്റ്റെപ്പൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് അവളുടെ എക്സ്പ്രഷൻസ് ആണ്. അവൾ പ്രസന്റ് ചെയ്യുന്ന രീതി ഓരോന്നും അത് ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു. ആ ഒരു ആക്ച്വലി ഓരോ ഈ അഭിനയം കഴിയുമ്പോൾ കൈയടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ആൾക്കാരും ഇവളുടെ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും കൈയടിച്ചത്. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് അവളുടെ അഭിനയമാണ്. അത്ര എക്സ്പ്രസീവ് ആയിട്ട് അവൾ ചെയ്തു. പിന്നെ ചില സ്റ്റെപ്പുകളൊക്കെ ലൈക്ക് അവള് ഓർക്കസ്ട്ര ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ അവളുടേതായിട്ടുള്ള രീതിയിൽ അവള് ഭയങ്കര രസമായിട്ട് ചെയ്തു. പിന്നെ അലാരിപ്പിന്റെ വേറൊരു സ്റ്റൈല് ഞാൻ അവളിലാണ് ഇപ്പൊ കണ്ടത്. നമ്മളിങ്ങനെ നോർമലി തല അനക്കുന്നതും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നതും ഒക്കെ അവളുടെ ഇതിലാണ് കണ്ടത് കേട്ടോ. ചില എക്സ്പ്രഷൻസും ചില സ്റ്റെപ്സും ഒക്കെ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് വന്നു. ഒരുപാട് സന്തോഷമുണ്ട് മിമ്മി ഇതേപോലെ പെർഫോം ചെയ്യാൻ പറ്റിയതിലും എനിക്ക് വന്ന് കാണാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും ഇതേപോലെ നിറയെ പ്രോഗ്രാംസ് അവൾ ചെയ്യട്ടെ എന്ന് മക്കളെ വരുന്നത്. ഇനിയും ഒരുപാട് അപ്പോൾ ഇനിയും നല്ല ഉയരത്തിലേക്ക് അപ്പോൾ ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് മിമ്മി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മിമ്മി ആ സ്റ്റേജിൽ നിന്ന് പല ആൾക്കാരും അവളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മാറി നിന്നൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അവളെ എത്രയോ ഉയരത്തിൽ നിൽക്കുന്നു, എത്രയോ പേര് അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ പെർഫോം ചെയ്യുമ്പോൾ സീരിയലിൽ ഇവള് വരാറുണ്ട്, എന്നിട്ട് മാറി നിന്നിട്ട് നോക്കും ഞാൻ പെർഫോം ചെയ്യുന്നതും. പിന്നെ പുറത്ത് പോകുന്ന സമയത്ത് ആൾക്കാർ എന്തെങ്കിലും സെൽഫി എടുക്കാൻ വരികയോ അല്ലെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്ന സമയത്തൊക്കെ മിമ്മി ഒരുപാട് മാറി നിന്നിട്ട് അവളത് കണ്ട് രസിക്കാറുണ്ട്. അപ്പോൾ അതേ ഫീലാണ് എനിക്കും തോന്നിയത്. മാറി നിന്ന് അത് കണ്ട് രസിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇത്രയും ഹൈറ്റ്സിലേക്ക് എത്തി. അപ്പോൾ അത് മാറി നിന്ന് കണ്ട് രസിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ആക്ച്വലി വേറെയാണ്. മീര, ഐ ആം സോ പ്രൗഡ് ഓഫ് യു. ഈ വീഡിയോ ഇറങ്ങുന്ന ടൈമിനായിരിക്കും ഞാൻ ഇത്രയും നിന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് നീ മനസ്സിലാക്കുക. ലവ് യു സോ മച്ച്. ലൈഫ് ലോങ് എപ്പോഴും കൂടെ ഞാൻ ഉണ്ടാകും. ബാംഗ്ലൂര് വന്നാലും ഫാൻസിനെ കൊണ്ട് പൊറുതിമുട്ടുന്ന നമ്മുടെ മൃദുല വിജയ്. അത് ഉറങ്ങിയ പാടെ നൈറ്റ് ഡ്രസ്സിൽ കണ്ടോണേ. സാധാരണ ലിപ്സ്റ്റിക്കും എല്ലാം ഇട്ട് മാത്രം നിൽക്കുന്നു. ബാംഗ്ലൂരിൽ പറഞ്ഞു ഞാനായിട്ട് പറഞ്ഞു എന്റെ വില കളയാനില്ല. അവരിന്ന് മേടിച്ച് തരുമോ എന്ന് ചോദിച്ചു. നമ്മള് രാവിലെ എഴുന്നേറ്റു, ഫുഡ് കഴിച്ചു, എല്ലാം ഫിനിഷ് ചെയ്തു. യാമി ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. ആക്ച്വലി ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് ട്രെയിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 12 മണിക്ക് ഇവിടുന്ന് ചെക്കൗട്ടായിട്ട് ഞങ്ങളുടെ മോളിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ ഏതൊരു സ്ട്രീറ്റിൻ്റെ കാര്യം പറയാനുണ്ട്, അവിടെ പോകും. പിന്നെ മൂവിക്ക് പോകാനൊക്കെ ഉള്ള പ്ലാൻ ഉണ്ട്. ഇതിൽ എത്ര കാര്യങ്ങൾ നടക്കുന്നുള്ളത് അറിയില്ല. എന്തായാലും 7 മണിക്കാണ് ട്രെയിൻ. കുറച്ച് അടിക്കണം. പോയോ? അതെന്നെയാ അത് കുഴപ്പമില്ല, ഇത് കുറച്ച് സ്ഥലമല്ലേ. ഇത് ഞാനാണോ? ഇതാണോ ഇഷ്ടപ്പെട്ടു എടുക്കണ്ട, ഇതിവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ വരാം.
എൻ്റെ ഞാൻ വെച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ യാത്ര ബസ്സിന് വേണ്ടി ഓടുന്നു, വേണ്ടി ഓടുന്ന സുരക്ഷിതമായി എത്തിക്കാൻ. ബസ് കയറ്റി വിടുന്ന അതെ. എവിടെയാ ബസ്? വെള്ളം കിട്ടിയ? ഓക്കെ. ബസ് പോയോന്ന് അറിയില്ലല്ലോ. അതാ റൂണി പോണു. ബൈ ബൈ ബൈ.